നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചേ മതിയാവൂ. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഹക്കാണെന്ന് വിശ്വസിക്കുന്ന നാം ആ ഹക്ക് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ നാം ഒരാളെയും ഭയപ്പെടേണ്ടതില്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല. നമുക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ട കാര്യം അത് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കാലത്തോളം അത് നമ്മൾ ഇവിടെ ഉച്ചത്തിൽ വിളിച്ചു പറയണം. അതിനാണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത ക്ലിമത്തിലും അതിന്റെ പോഷക ഘടകങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം കഴിഞ്ഞ കാലങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്തയും അതിന്റെ പ്രവർത്തകരും വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള ആളുകൾക്ക് ആ ഉത്തരവാദിത്വമുണ്ട്, അത് നിർവഹിച്ചേ മതിയാവൂ. ഈ ദൗത്യം, ഈ ആദർശം ഒരു കേടും കൂടാതെ, ഒരു പരിക്കുമേൽപ്പിക്കാതെ വരും തലമുറക്ക് നാം കൈമാറിക്കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രബോധന പ്രവർത്തനം, ഈ ആദർശ പ്രചരണം അനുസ്യൂതം അനവരതം തുടർന്നു കൊണ്ടേയിരിക്കണം. ആദർശ രംഗത്ത് നമ്മൾ ഒരു കടുകട പോലും പുറകോട്ട് പോകാൻ പാടില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പ്രസിദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാവൽ ഭടന്മാരായി നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ നാം ഓരോരുത്തരും ചെയ്യുക. ഈ ക്യാമ്പയിൻ, സംസ്ഥാന തല ക്യാമ്പയിൻ 3 മാസത്തിന്റെ കാലയളവാണ്. ഈ 3 മാസത്തിനിടയിൽ ഈ മഹത്തായ ക്യാമ്പയിന്റെ ആദർശം അത് നമ്മുടെ അടുക്കള വരെ ചർച്ച ചെയ്യപ്പെടണം, നമ്മുടെ കുടുംബങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടണം. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് നമ്മുടെ സഹോദരിമാരെയാണ്, നമ്മുടെ പാമര ജനങ്ങളെയാണ്. അതുകൊണ്ട് നിജസ്ഥിതി വഹാബിസം എന്താണെന്ന് ശരിക്കും അസല് രൂപങ്ങൾ തുറന്നു കാണിച്ചാൽ, അതാണ് പൊളിച്ചെഴുതിയാല് ഈമാനുള്ള ആളുകളാരും അതിന്റെ പിന്നാലെ പോകൂല. പിന്നെ ഹിദായത്ത് പഠിച്ചവന്റെ ഭാഗത്തുനിന്നാണ്. എല്ലാവർക്കും പഠിച്ച ഹിദായത്ത് കൊടുത്തോളുന്നില്ല. പക്ഷെ അത് ഒരു കാര്യം, നാം ശരിക്കും വഹാബിസം അത് പൊളിച്ചെഴുതുകയാണെങ്കിൽ അതിനെ തനിതരം നമ്മൾ വ്യക്തമാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഈ ലോകത്ത് ഇവിടെ സൃഷ്ടിച്ച ഭീകരാന്തരീക്ഷങ്ങൾ, ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ ശരിക്ക് അവിടെ അടിസ്ഥാനപരമായ ആശയങ്ങൾ പ്രവാചകന്മാരുടെ ഇസ്മത്ത് നിഷേധിച്ചു, സ്വഹാബത്തിനെ തള്ളിക്കളഞ്ഞു, ഔലിയാക്കന്മാരെ വിമർശിച്ചു, മദ്ഹബ് മുസ്ലിമത്താണെന്ന് പറഞ്ഞു. ഒട്ടനേകം പരാമർശങ്ങൾ അവർ രേഖപ്പെടുത്തി വെച്ചതിന് നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. ഇതൊക്കെ പുതിയ തലമുറ മറന്നുപോയി. പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല. കേവലം ഒരു ജില്ലി സേവയും പിശാചി സേവയും മാത്രമായി നമ്മൾ ഒതുങ്ങിയിരിക്കുകയാണ്. അതുമാത്രമല്ല, അവരുടെ പഴയ അടിസ്ഥാന ആദർശങ്ങളൊന്നും ഒരു മാറ്റവും അവർക്കില്ല. അതൊക്കെ നമ്മൾ ശരിക്ക് തിരിച്ചു കൊണ്ടുവന്ന് വഹാബിസത്തിന്റെ തനി നിറം സമൂഹത്തിന് മുമ്പിൽ നാം തുറന്നു കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ക്യാമ്പയിൻ കാലാവധി നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ 3 മാസം കൊണ്ട് നിർത്താവുന്ന അല്ല ക്യാമ്പയിൻ. സമസ്തക്ക് ഒരുപാട് പോഷകങ്ങളുണ്ട്. ജമിയത്തുൽ ഉലമാ 3 മാസം കഴിഞ്ഞാൽ ഉടനെ SKSF 3 മാസം തുടങ്ങണം, തുടർച്ചയായി തുടങ്ങണം. SKSF 3 മാസക്കാലം കഴിഞ്ഞാൽ ജമിയത്തുൽ ഖുത്ബ ഉണ്ട്, ഇവിടെ അവർ ക്യാമ്പയിൻ തുടങ്ങണം. അങ്ങനെ സമസ്തയുടെ പോഷകങ്ങളൊക്കെ നിരന്തരമായി ഈ ക്യാമ്പയിനുമായി ഈ വിദേഹത്തിലെ കക്ഷികളെ പിന്നാലെ നിരന്തരമായി ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരുപാട് പരിക്കുകൾ വഹാബിസം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒരു പാടുണ്ട്. ഏറ്റവും വലിയ പരിക്ക് മുസ്ലിം സമുദായത്തിന്റെ കെട്ടുറപ്പിനെ അവരെ ശിഥിലമാക്കി എന്നുള്ളതാണ്. അതിനവർ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഹദീസുകൾ തലയും വാലും മുറിച്ച് അവർക്ക് ആവശ്യമായത് മാത്രം എടുത്ത് അങ്ങനെ ആണ് അവർ ഇവിടെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രതിരോധിക്കുക എന്നുള്ളത് അതാത് കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ബാധ്യതയാണ്. പരിശുദ്ധ ഇസ്ലാം തനത് രൂപത്തിലൂടെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണം കാലാകാലങ്ങൾ നടത്തുക എന്നുള്ളത്. നമ്മുടെ മാത്ത 100 വർഷം കഴിഞ്ഞു. ഇനി നമുക്കെല്ലാം പൊടിയും അടങ്ങി നമ്മൾ ശാന്തമായിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ശത്രുക്കൾ അവരുടെ ആവനാഴിയിലെ സകല ആയുധങ്ങളും പുറത്തെടുത്ത് അവർ നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത ഗ്രൂപ്പുകളായി അവര് വ്യത്യസ്ത ക്യാമ്പയിനുകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഉറക്കം നടിക്കുവാനോ കണ്ടില്ലെന്ന് വിചാരിക്കുവാനോ ഇതിനെതിരെ നിസ്സംഗ മനോഭാവത്തോടു കൂടെ ഇരിക്കുവാനോ ഒരിക്കലും നിർവാഹമില്ല.